മക്കള് സ്വാലിഹീങ്ങളാവാൻ ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്കു ഇഖാമത്തും കൊടുക്കണം. വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ടിനും കൊടുക്കണം. ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഉസ്താദേ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ബാങ്കു ഇഖാമത്തും വേണോ? ഇഖാമത്ത് പോരേന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് നിസ്കരിക്കണോടത്താ. നിസ്കരിക്കുന്നിടത്ത് പെണ്ണാണെങ്കിൽ ഇഖാമത്ത് മാത്രം മതി, പെണ്ണിന് ബാങ്ക് സുന്നത്തില്ല. പക്ഷെ ജനിച്ച കുട്ടി ആണായാലും പെണ്ണായാലും രണ്ട് ചെവിയിലും ആദ്യത്തെ വലത്തെ ചെവിയിൽ ബാങ്കു, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ നിയമം ഒന്നാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ മരുവളിന്ന് പ്രസവിച്ചു, മകനൊരു കുട്ടി ഉണ്ടായി. ഞാൻ അപ്പം ഇവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, കുട്ടി പെൺകുട്ടിയാണ്, അതുകൊണ്ട് കാമത്ത് കൊടുത്താൽ പോരെ? അവര് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ കാമത്ത് മതി. ഞാൻ അത്രേ കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ അയാളാണ് എന്നെ പഴപ്പിച്ച് കളഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കണം, ഇത്തരം അബദ്ധങ്ങളൊന്നും ആരും സംഭവിക്കരുത്. കാരണം ഉദുനുൽ മൗലൂദില് ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഗുണം? അതിന്റെ ഗുണം പഠിപ്പിക്കുന്നത്, ആദ്യമായിട്ട് കുട്ടി കേൾക്കുന്നത് തൗഹീദിന്റെ കലിമകളാവണം. ഈ ബാങ്ക് ആ കുട്ടിയുടെ ഹൃദയത്തിൽ അവന് ബോധമില്ലെങ്കിലും ആ ശബ്ദത്തിൻ്റെതായ ഒരു സ്വാധീനം അതുണ്ടാക്കും. മൂന്നാമത്തേത്, ബാങ്കിന്റെ കലിമത്തുകൾ കേൾക്കുമ്പം ഇബ്ലീസ് വാല് മടക്കി ഓടുമെന്നാണ്, മുറുക്കി ഓടും അവൻ. അതുകൊണ്ട് അതും ഇവിടെ കിട്ടണം. ഈ കുട്ടിയോട് ഇബ്ലീസ് അടുക്കരുത്, പിശാചിന്റെ സ്വാധീനം ഈ കുഞ്ഞിൽ നിന്ന് ദൂരീകരിക്കണം. ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എല്ലാം കഴിഞ്ഞാണ് കിട്ടുമ്പോഴേക്കാളും കിട്ടിയാട് കൊടുത്തേക്കണ്ടി, കിട്ടുമ്പോഴേക്ക് എല്ലാ ഒച്ചപ്പാടും കേട്ടിട്ടുണ്ടാവും. വീണാട് ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. ചില ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാരെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അതിന് സെറ്റപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അതായിരിക്കും അതിന് കൂടുതൽ നല്ലത്. കാരണം ആദ്യം കേൾക്കുന്ന വാക്കിതാവണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയപ്പോൾ ഫാത്തിമ ബീവിയുടെ ഹസൻ ഹുസൈൻ മക്കള്, അതില് മൂത്ത മകനാണ് ഹസൻ. മൂത്ത മകനുണ്ടായപ്പോൾ റസൂലുള്ളാഹി ഹസൻ എന്ന് പേരിട്ടു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഹുസൈൻ, കൊച്ചു ഹസൻ എന്ന് പേരിട്ടു. അങ്ങനെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി രണ്ട് മക്കൾക്കും പേരിട്ടത്, ഒന്ന് ഹസൻ ഒന്ന് ഹുസൈൻ. ആ ഹസൻ എന്ന കുട്ടി ജനിച്ചപ്പം റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂൽ വാങ്ങിയിട്ട് ബാങ്ക് കൊടുത്തു, ഹദീസിലുണ്ട്. അതുകൊണ്ട് ബാങ്ക് വിളിക്കണം, ബാങ്ക് വിളിക്കണം. പിന്നെയോ പുരുഷനായ ഒരാൾ, പുരുഷനില്ലെങ്കിൽ ഒരു പെണ്ണ്, അതും അഹ്ലുൽ ഖൈരി വസ്സലാഹ്, നല്ല ആളുകൾ. അതുകൊണ്ടാണ് പലപ്പോഴും ചിലരൊക്കെ അതിന് നല്ല ആളുകളെ തേടാറുണ്ട്. നല്ല ആളുകളെ തേടാറുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആലിമിനെ കൊണ്ട്, നല്ല ഒരു സയ്യിദിനെ കൊണ്ടൊക്കെ മധുരം കൊടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് നല്ലതാണ്. കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് അഹ്ലുൽ ഖൈരി വസ്സലാഹ് ആവണം, മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാവണം. അതില്ലെങ്കിൽ പിന്നെ സ്വാലിഹായ ഒരു മനുഷ്യൻ. ഉപ്പയുണ്ടെങ്കിൽ ഉപ്പ, ഉപ്പയില്ലെങ്കിൽ ഉമ്മ. ഉപ്പ ഒരു വക്കത്തും നിസ്കരിക്കാത്ത ഉപ്പയാ. ഉമ്മാനോട് ഞാൻ പറയാം, നിങ്ങളാണ് കൊടുത്തേക്കണ്ടി, നിങ്ങൾ ഏതാക്കിയേക്കണ്ടി, മധുരം കൊടുത്തേക്കണ്ടി. കാരണം സ്വാലിഹായ ആളായിരിക്കണം. ആണാണ് കൊടുക്കേണ്ടത്, അതില്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. അവിടെ സ്വലാഹിനാണ് പ്രാധാന്യം, സ്വലാഹിനാണ് പ്രാധാന്യം. ആള് നന്നായിരിക്കണം. നല്ലയാളുടെ വായില് ചവച്ച കാരക്ക കൊടുക്കണം. ഒന്ന് വായിലിട്ടൊന്ന് കടിച്ച് ചവച്ച കാരക്ക ആ കുഞ്ഞിന് കൊടുക്കണം, ഒന്ന് മയപ്പെടുത്തിയിട്ട് ആ കുഞ്ഞിന് കൊടുക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതാ അബൂ തൽഹക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അബൂ തൽഹക്ക് കുഞ്ഞ് ജനിച്ചപ്പം അബൂ തൽഹയുടെ കുട്ടിയെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഏതാനും കാരക്കകളുമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാ കൊടുത്തുവിട്ടത്. മഹാനവറുകൾ പറയാണ്, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, കാരക്ക എവിടെ എന്ന് ചോദിച്ചു. ഞാൻ കാരക്ക അങ്ങ് വെച്ച് നീട്ടി, ഇതാ റസൂലേ എന്ന് പറഞ്ഞപ്പം ഫലാക്കഹുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബിതങ്ങൾ ആ കാരക്ക വായിലിട്ട് ചവച്ചു. ഫലാക്കഹുന്ന, അത് ചവച്ചു. വായിലിട്ട് ചവച്ചതിന്റെ ശേഷം സുമ്മ ഫഗറഫാഹു, സുമ്മ ഫഗറഫാഹു, അബൂ തൽഹന്റെ ഈ കൊച്ചുകുട്ടിയുടെ വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു. സുമ്മ ഫഗറഫാഹു, പിന്നെ ഈ കുട്ടിയുടെ വായ തുറന്നു. വായ തുറന്നിട്ട് ഫജഅല, നബിതങ്ങളുടെ തുപ്പുനീര് കലർന്ന ഈ കാരക്ക ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തപ്പം ഫജഅല യതലമ്മൽ, ഫജഅല യതലമ്മൽ, ഫജഅല യതലമ്മൽ. ഞാനിതിങ്ങനെ വായിച്ചപ്പോ വിചാരിച്ച ആ കുട്ടിയുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഫജഅല യതലമ്മൽ, ആ കുട്ടി ഇങ്ങനെ നാവ് നുണക്കാൻ തുടങ്ങി. അതാ യതലമ്മൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നാവ് നുണയാൻ, അത് നുണയാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ചുണ്ടുകളൊക്കെ പരസ്പരം അടച്ച് നാവ് പുറത്തേക്കിട്ട് ചുണ്ടിലുള്ള മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം നാവ് നുണയാന്ന് പറയും നമ്മൾ. നബിതങ്ങൾ വായിൽ വെച്ചു കൊടുത്ത ആ സാധനം ഇറങ്ങിപ്പോയപ്പോ പിന്നെ എന്ത് ചെയ്തു? നുണയാൻ തുടങ്ങി. ആ കുട്ടി ശരിക്കും ഇങ്ങനെ നുണയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു തമാശ പറയാണ്, ഹിബ്ബുൽ അൻസാരി അത്തംർ, അൻസാരികൾക്കല്ലെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരക്ക തന്നെയാണ്. ചെറിയ കുട്ടി കാരക്കക്ക് വേണ്ടി നുണയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലെങ്കിൽ അൻസാരികളും കാരക്കയായിട്ട് വലിയൊരു ബന്ധമുണ്ട്, ഈ ചെറിയ മോൻ കണ്ടില്ല ഇപ്പൊ തന്നെ കാരക്കക്ക് നുണയുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. ഇവര് കാരക്കന്റെ ആളുകളാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ. ഹിബ്ബുൽ അൻസാരി അത്തംർ, അൻസാരികൾക്കെന്നും പ്രിയപ്പെട്ടത് കാരക്ക തന്നെയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ചെയ്യണം. കാരക്ക ഇല്ലെങ്കിൽ തീ തൊടാത്ത മറ്റു മധുരം. ചിലര് ചോറ്റിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. അതൊന്നുമല്ല, തീ തൊടാത്ത മധുരം കൊടുക്കണം. ഉദാഹരണം, ഉണക്കമുന്തിരി, മുന്തിരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. തീ തൊട്ടതല്ലാത്ത മധുരം, അതാണ് കാരക്ക ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ടത്. ഏതായാലും മധുരം കൊടുക്കണം. അതൊരു നല്ലയാളാവണം, ഒരു സാലിഹായ ആളാവണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കിതാബുകൾ കൃത്യമായി പറഞ്ഞു. പിന്നെയോ നല്ല പേരിടണം. കുഞ്ഞ് നന്നാവാൻ നല്ല പേരിടണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും വബി അസ്മാഇ അബായിക്കും ഫഅഹ്സിനു അസ്മാഅക്കും. നാളെ പരലോകത്ത് നിങ്ങളെ പേരും നിങ്ങളെ വാപ്പാരെ പേരും ഒക്കെ ചേർത്തിട്ട് നിങ്ങളെ വിളിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അന്ന് നിങ്ങൾ ഫഅഹ്സിനു അസ്മാഅക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം കഴിഞ്ഞു, ഇനി പറയാൻ സമയമല്ല. 6 ചീത്ത പേരുകൾ റസൂലുള്ളാഹി മാറ്റിയിട്ടുണ്ട്. പിന്നെ അഖീഖത്തറക്കണം. അഖീഖത്തറക്കണം. അഖീഖത്തറക്കേണ്ടത് എങ്ങനെയാ? അഖീഖത്തറക്കേണ്ടത് ആദ്യം പേരിടുക, ആദ്യം പേരിടുക, പിന്നെ അറക്കുക, പിന്നെ മുടി കളയുക. അതാ സുന്നത്ത്. എല്ലാ കിതാബുകളിലും എഴുതിയിട്ടുണ്ട്. ആദ്യം പേരിടുക, പിന്നെ അറക്കുക, പിന്നെ മുടി കളയുക. എന്നാ നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ ഒരു ആചാരമുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു വെക്കും കണ്ടത്തിലേക്ക്. അവിടെ മൃഗത്തെ തള്ളിയിട്ടിട്ടുണ്ടാകും അറക്കാൻ വേണ്ടി. അപ്പം വിളിച്ചു ചോദിക്കും, അവിടെ കത്തി റെഡിയാണോ? അവിടെയും ഇവിടെ ഒപ്പം വെക്കണം എന്നാ വിശ്വാസം. അങ്ങനെയല്ല, അത് സുന്നത്തിനെതിരാണ്. അത് സുന്നത്തിനെതിരാണ്. ആദ്യം പേരിടുക, എന്നിട്ട് ആ പേരിൽ, ആ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറുക്കുക. അറവ് പൂർത്തിയായതിന്റെ ശേഷം മുടി കളയൽ ആരംഭിക്കുക. അങ്ങനെ തെർത്തീബായിട്ടാ ചെയ്യേണ്ടത്. ഈ സുന്നത്ത് തെറ്റിക്കരുത്. ഇത് എല്ലാവരും പഠിച്ചിട്ടില്ലെങ്കിലും നാട്ടിലൊരു 4 കാരണന്മാരുണ്ടാവും. ഓല എല്ലാ മുടിയാഴ്ചയിലും പോവുക, ഓലെങ്കിലും പഠിച്ചേക്കുക, അവരെങ്കിലും പഠിച്ചേക്കുക അല്ലെ. നോക്കി നിങ്ങൾ, നാട്ടിലൊരു 4-5 ആളുണ്ടാവും. ഓല എല്ലാവരും വിളിക്കുന്ന ഓലയാണല്ലോ അല്ലെ. ഓരോ ഏരിയന്ന് ആ ഏരിയയിലുള്ള ആളുകളെ വിളിക്കുക എന്നുള്ളൊരു ചുറ്റുപാടും കൂടെ അതിനില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇത് ഈ 4 ആൾ പഠിച്ചാൽ മതിയാവും. ഏതായാലും ശരിക്ക് പഠിച്ചു വെക്കണം. ഈ അന്ധവിശ്വാസത്തിനൊന്നും അനുവദിക്കരുത്. അത് ഒരു സ്വഭാവവും ഒരു ലക്ഷണവും ശരിയില്ലല്ലോ അത് അല്ലെ. തലയിലും മൃഗത്തിന്റെ കഴുത്തിലും ഒപ്പം കത്തി വെക്കാനാ ലക്ഷണം ഒരു സുഖമുള്ള ലക്ഷണമല്ല. മാത്രമല്ല തെർത്തീബ് അങ്ങനെയാണ്. തുഹ്ഫയിലുണ്ട്, മറ്റു കിതാബുകളിലുണ്ട്, ഒക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അഖീഖത്ത് അറുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. എല്ലാം ചെയ്യും. അഖീഖത്ത് അറുക്കാൻ ചിലർ മടിക്കും. ചിലർ ഒന്നാമത്തെ കുട്ടിക്ക് അറക്കും, പിന്നുള്ളതിന്. അപ്പൊ ഇതിന് ശരിക്കും അഖീഖത്ത് നല്ലതിന്റെ പേര് മാമൂല് എന്നാണ്. ഒന്നാമത്തെ കുട്ടിക്ക് മാത്രം അറക്കണ പരിപാടി ഉണ്ട്. നീതി പാലിക്കണം. എല്ലാ മക്കൾക്കും കഴിയുമെങ്കിൽ അറക്കണം. കഴിയാതെ നിങ്ങൾ നടുവൊടിയണം എന്നൊന്നും പറയുന്നില്ല. നടുവൊടിയണം നിങ്ങൾ അഖീഖത്ത് അറുത്തിട്ടൊന്നും പറയില്ല. കഴിവുള്ളവർക്ക് അഖീഖത്ത് അറക്കൽ സുന്നത്ത്. പക്ഷെ വേറുള്ളതിനൊക്കെ എനിക്ക് കഴിയും, ഇതിന് മാത്രം കഴിയൂല എന്ന് പറയും ചെയ്യരുത്.
ഇതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ്. നിങ്ങളെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എല്ലാ മക്കൾക്കും അറക്കണം, എല്ലാ മക്കൾക്കും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാ മക്കൾക്കും ഒരു മൃഗത്തെ ഹഖീഖത്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നീട് അള്ളാഹുവിന്റെ പറ്റിയും റസൂലിനെ പറ്റിയുമുള്ള മഹബത്ത് പഠിപ്പിക്കണം. ഒരു ബാപ്പക്കും ഉമ്മക്കും ആദ്യം നിർബന്ധമായത് റസൂലുള്ളാഹിന്റെ പേര് പഠിപ്പിക്കല, റസൂലുള്ള എവിടെയാ ജനിച്ചത് എന്ന് പഠിപ്പിക്കല, റസൂലുള്ള എവിടെയാ വഫാത്തായി കിടക്കുന്നത് എന്ന് പഠിപ്പിക്കല. ഫത്ഹുൽ മുഈനിലൊക്കെ ഇല്ലേ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും പഠിപ്പിക്കാത്ത ഒരൊറ്റ ബാപ്പയും ഉമ്മയും ഉണ്ടാവരുത്. ഭക്ഷണം മുമ്പിലെത്തിയാൽ മോനെ ഈ ഭക്ഷണം അള്ളാഹു തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടി ചോദിക്കും എങ്ങനെ ഉപ്പാ അള്ളാഹ് ഭക്ഷണം തരിക? മോനെ ആകാശം പടച്ചത് അള്ളാഹുവാണ്, മഴ പെയ്യിപ്പിച്ചത് അല്ലാഹുവാ, ഭൂമി പടച്ചത് അല്ലാഹുവാ, ഭൂമിയിൽ പുൽപുഷ്പങ്ങൾ മുളപ്പിച്ചത് അല്ലാഹുവാൻ, സസ്യലതാദികളെ മുളപ്പിച്ചത് അല്ലാഹുവാൻ, എല്ലാം അരിയും ഗോതമ്പും എല്ലാം ഉണ്ടാക്കിയത് അല്ലാഹുവാൻ. ഭക്ഷണം മുഴുവനും അല്ലാഹുവിന്റേതാണ്, വെള്ളം മുഴുവനും അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് ആ അള്ളാന്റെ പേര് പറഞ്ഞ് മോനെ നീ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുമ്പോ ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാൻ തയ്യാറാവും. ആണല്ലോ ചെറിയ കുട്ടികളെ ലോകം. അന്നാണ് പറഞ്ഞു കൊടുത്താ പിന്നെ അത് തന്നെ. അപ്പോ ആ കുട്ടിയോട് വീണ്ടും ചോദിക്കണം, മോനെ ഈ പടച്ചോനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാരാന്ന് നിനക്കറിയോ? അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബില്ലെങ്കിൽ മോനെ ഈ പടച്ചോനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയൂല. നമുക്ക് പടച്ചോനെ പറഞ്ഞു തന്നയാള്, പടച്ചോനെ കണ്ട് ഞാൻ അള്ളാഹുവിനെ കണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവരെ നീ സ്നേഹിക്കണം. അപ്പൊ കുട്ടിക്ക് അള്ളാഹിനോട് മതിപ്പായി, റസൂലുള്ളാഹിനോട് മതിപ്പായി. ചെറുപ്പം മുതലേ ഈ പാഠം കിട്ടണം. എന്നെങ്കിലേ നമ്മളെ മക്കള് നന്നാവുള്ളൂ, നമ്മളെ മക്കള് നന്നായി വരുള്ളൂ. എങ്കിലേ സൂറത്തുർ റഅദിൽ പറഞ്ഞതുപോലെ ഉമ്മ വാപ്പ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റൂ. ബാക്കി കാര്യം اللهم صل على محمد يا رب صل عليه وسلم.